തത്വജ്ഞാന മനോഭാവം കാറ്റിൻ്റെ ഗതി വരെ നിയന്ത്രിക്കും. എങ്ങനെ? അതാ പറയണത്. ഭൂമിയുടെ അച്ചുതണ്ട് വളരെ മൃദുലാണ്. ഭൂമി കുലുങ്ങുമോ? ഇല്ല, വഴിയുണ്ട്. പടിഞ്ഞാട്ടുനിന്നൊരു കാറ്റ് വരും. 3:39 പ്രയാഗ ബസ്സിൽ സ്റ്റാൻഡിലിട്ട് പിടിക്കാം. അതിനൊക്കെയല്ലേ നമ്മളിവിടെ ഉള്ളത്. ഏറ് കൊണ്ടിട്ടില്ല, കൊണ്ട അപ്പ തീരും. ഈ മിഠായി വെള്ളം വേണ്ടേ? ഉമ്മയിപ്പ വെള്ളത്തിലാണോ? ഉമ്മയിപ്പല്ലടാ, അമ്മീപ്പ. എന്നെ വിളിക്കണേ. അവൻ പറയണത് മിണ്ടാണ്ടിരുന്ന് കേട്ടാ മതി. ഒരു പ്രശ്നം ഉണ്ടാക്കൂല, എല്ലാം അനുസരിക്കും. പാവം. പ്രസാദേട്ടാ, മാനസികം എന്ന് വെച്ചാൽ എന്താ? മാനസികം എന്ന് പറഞ്ഞാൽ ഭയങ്കര അർത്ഥമല്ലടാ. മാനസം എന്നാ മനസ്സ്, ചിന്ത, ചിന്തക്കകം, അകച്ചിന്ത. നേരത്തെ മനോജ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ചിന്തയുള്ള വ്യക്തിയാണ് മനോജ്. എനിക്കിൻ്റെ ഏട്ടന് ചിന്ത വരുന്നുണ്ട് പ്രസാദേട്ടാ. ഏട്ടൻ്റെ ഒരു മോളുണ്ട്, കുഞ്ഞതാ, വൈഷ്ണവി. ഇന്ന് ഭയങ്കര ഇഷ്ടാ. ചിന്ത വരുന്നുണ്ട്. അവളും ചെറിയച്ഛനാണ് ഞാനേ. അച്ഛൻ, അമ്മ. എനിക്കെൻ്റെ അമ്മനെ കാണണം പ്രസാദേട്ടാ. എനിക്കെൻ്റെ അമ്മനെ കാണണം. എനിക്കെൻ്റെ അമ്മനെ കാണണം. രഘോട്ടാ, രണ്ട് ചായ എടുത്തോ. ഇവനിക്ക് കുറച്ച് മധുരം കൂട്ടിക്കോട്ടാ. കടി എന്തുകൊണ്ട്? കണ്ടിടത്തോളം അവനൊരു പ്രശ്നമില്ല. അവന് വീട്ടിൽ പോകാത്ത പ്രശ്നമേ ഉള്ളൂ. എന്നാൽ അവനെ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തൂടെ? വീട്ടുകാര് അത് നടക്കൂല രാഘവേട്ടാ. ചേട്ടൻ ഓർമ്മണ്ട, കഴിഞ്ഞ ഓഗസ്റ്റിൽ ഒരു വാഹന അപകടം കൊന്നോത്തുണ്ടായത്. ഒരു കുടുംബത്തിൽ 5 പേര് മരണപ്പെട്ടത്. വണ്ടി ഓടിച്ച ഡ്രൈവർ ഉറങ്ങിയിട്ടല്ലേ? അതന്നെ. ആ വണ്ടി ഓടിച്ച വ്യക്തിയാണ് അവൻ. ജ്യേഷ്ഠനെ എയർപോർട്ടിൽ നിന്ന് എടുത്തു വരുന്ന വഴിയായിരുന്നു. അച്ഛനും അമ്മയും ജ്യേഷ്ഠൻ്റെ വൈഫും കുട്ടിയും സ്പോട്ടിൽ തീർന്നു. അവനെങ്ങനെയോ രക്ഷപ്പെട്ടു. പുലർച്ചെ നേരല്ലേ, കണ്ണിൽ ഉറക്കം പിടിച്ചാൽ എന്താ ചെയ്യുക? ഉറക്കം വന്ന് ഉറങ്ങണ രാഘവേട്ട. ഒരിക്കലും ഉണരാത്ത ഉറക്കത്തേക്ക് ശരീരത്തെ വിടരുത്. അമ്മയെക്കാളും നല്ല മാറ്റമുണ്ട്. അവിടെ നിൽക്കട്ടെ, പാവമാണ്.